എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ നമ്മുടെ മാത്സ് എക്സാം ആണ്. അതിന് എല്ലാ പാഠത്തിലൂടെയും ജസ്റ്റ് ഒരു റിവിഷൻ നടത്തി നമുക്ക് പോകാം. എല്ലാ പാഠത്തിലും പഠിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചോ എന്ന് ജസ്റ്റ് പരിശോധിക്കാം. ചാപ്റ്റർ 1 നിങ്ങൾക്ക് അറിയാം, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്റർ ആണ്. അതിൽ വരാൻ പോകുന്ന പാർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസിനെയും പരിചയപ്പെടുത്താം. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് വെച്ചാൽ ഒരേ നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ്. അതിൽ കോമൺ ഡിഫറൻസ് കാണുക എന്നുള്ള ഒരു ചോദ്യമാണ് വരാൻ സാധ്യതയുള്ളത്. സർക്കിൾസ് ആൻഡ് ടാൻജന്റ് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. അതിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യം എന്നത് ഒരു സർക്കിളിന്റെ സെൻട്രലിലുള്ള ആംഗിൾ, അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിളിന്റെ ഹാഫ് ആണ് എന്നുള്ള പോയിന്റ്. അതുപോലെ സൈക്ലിക് കോട്ടിലാറ്ററലായി മാറുമ്പോൾ സർക്കിളിന്റെ ഉള്ളിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണെന്നുള്ള ഒരു പോയിന്റ്. അതുപോലെ അതിലൊരു ചിത്രം വരയ്ക്കാനുണ്ടാവും. സർക്കിളിന്റെ ഉള്ളിൽ സർക്കം സർക്കിളായിട്ട് ട്രയാങ്കിൾ വരുന്ന കൊല്ലത്തിൽ ചിത്രം വരയ്ക്കാനുണ്ടാവും. അങ്ങനെ ചിത്രം വരയ്ക്കാനുള്ള ഒരു ചോദ്യം കൂടിയും അതിൽ നിന്ന് പ്രതീക്ഷിക്കണം. മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എല്ലാ സാധനങ്ങളും പ്രധാനപ്പെട്ട മിഡ് ടേമും നമ്പർ ഓഫ് ടേമും സമ്മും തമ്മിലുള്ള ബന്ധമുണ്ട്. സം എന്ന് പറഞ്ഞാൽ മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം ആണെന്ന് ഓർമ്മണം. അതുപോലെ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് കണ്ടാൽ മിഡ് ടേം കിട്ടുമെന്ന് അറിയണം. nth ടേം dn പ്ലസ് f മൈനസ് d ആണെന്ന് ഓർമ്മണം. അതുപോലെ നമ്പർ ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ പെയർ സം കാണാമെന്ന് ഓർമ്മണം. അതുപോലെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് n/2 × x1 + xn ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ മാത്രമാണ് പറയുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ് നാലാമത്തെ ചാപ്റ്റർ. അതിൽ നിങ്ങൾ പ്രധാനപ്പെട്ട് വരുന്നത് ഒരു ഷെയ്ഡഡ് പാർട്ട് തരും, അതിന്റെ ഏരിയ കാണാനാണ്. അപ്പം അതിന്റെ പ്രോബബിലിറ്റി കാണാനാണ് ഉണ്ടാകുക. അതിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ പ്രോബബിലിറ്റി സാധ്യത എത്ര സാധ്യത ഉണ്ടെന്നാണ് ചോദിക്കുക. അത് നിങ്ങൾ കാണേണ്ടത് എന്താണ്? ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് ബൈ ടോട്ടൽ ഏരിയ എന്നുള്ളതാണ്. അടുത്തത് അഞ്ചാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് വരിക. അവിടെ നിങ്ങൾ കാണേണ്ടത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കേണ്ട ഒരു പാർട്ടാണ് a+b² എന്നുള്ള രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവന്ന് സോൾവ് ചെയ്യുന്ന രൂപമാണ്. ആറാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രിയാണ്. ട്രിഗണോമെട്രിയിൽ നിങ്ങൾ എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അതിൽ ചിത്രം ഉണ്ടാവും. ഈ ചിത്രം റൈറ്റ് ട്രയാങ്കിൾ ഫോമിലാണ് വരിക. നമുക്കറിയാം, എങ്ങനെ ചോദ്യം ചോദിച്ചാലും ചിത്രം വരയ്ക്കുമ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ആ റൈറ്റ് ട്രയാങ്കിൾ രൂപത്തിൽ നിങ്ങൾ ചിത്രം വരച്ച് വെക്കണം. അതിൽ സൈനും കോസും ടാനും 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് നിങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ അതിൽ വരിക ഈ ടാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. അപ്പം ടാൻ 13, 45, 60 ഒക്കെ നിങ്ങൾ ബൈ ഹാർട്ടായി നിങ്ങൾ ആ ഭാഗത്ത് ഓർത്തിരിക്കണം. ഏഴാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററാണ്. കോർഡിനേറ്റ്സിൽ ഡിസ്റ്റൻസ് കാണാനാണ് ഉണ്ടാവുക. ഏതെങ്കിലും അകലങ്ങൾ തന്ന് ഏതെങ്കിലും പോയിന്റുകൾ തന്ന് ഡിസ്റ്റൻസ് കാണാൻ പറയും. അപ്പോൾ അത് നിങ്ങൾ എക്സിലെ ഡിഫറൻസ് സ്ക്വയർ പ്ലസ് വൈയിലെ ഡിഫറൻസ് അതിന്റെ സ്ക്വയർ കണ്ടിട്ട് റൂട്ട് എടുത്തിട്ടാണ് ഡിസ്റ്റൻസ് കാണുക. ഇനി ഒറിജിൻ ആണ് ഡിസ്റ്റൻസ് കാണുന്നത് പറഞ്ഞാൽ √(x² + y² മാത്രമേ കാണേണ്ടിയുള്ളൂ. ഇതാണ് പാർട്ട് 1ലുള്ള 7 പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ പരിശീലനം നടത്തുക. പാർട്ട് 2 ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ കൂടുതൽ പരിശീലനം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.